എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ ഉടൻ തന്നെ വരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് തിങ്കളാഴ്ച മുതൽ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് HSCAP വെബ്സൈറ്റ് വഴി ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന, അതായത് നിലവിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടിയിട്ടുള്ള സ്കൂൾ വഴിയോ ഈ ഒരു ട്രാൻസ്ഫറിനുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ വെബ്സൈറ്റിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ എത്ര വേക്കൻസികളാണ് ഉള്ളത് എന്നുള്ളത് ഈ ഒരു വേക്കൻസിയിലെ അഡ്മിഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് വഴി വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ ജില്ലയിലും മെറിറ്റ് അഡ്മിഷൻ, അതുപോലെ സ്പോർട്സ് അഡ്മിഷൻ, MRS അഡ്മിഷൻ, അതുപോലെ കമ്മ്യൂണിറ്റി അഡ്മിഷൻ, മാനേജ്മെൻറ്റ് അഡ്മിഷൻ, അതുപോലെ അൺഎയ്ഡഡ് അഡ്മിഷൻ, അതുപോലെ തന്നെ ടോട്ടൽ HSC അഡ്മിഷൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ടോട്ടലായിട്ട് എത്ര വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടി എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ടോട്ടലായിട്ട് മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് അതായത് 2,92,911 വിദ്യാർത്ഥികളാണ്. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിലാണെങ്കിൽ 4,719 വിദ്യാർത്ഥികൾക്കാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത്. അതായത് എല്ലാ ജില്ലകളും കൂടിയിട്ടാണ്. അതുപോലെ MRS അഡ്മിഷൻ എന്ന് പറയുന്നത് ഈ ഒരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് ഏകദേശം 922 വിദ്യാർത്ഥികളാണ് അഡ്മിഷൻ നേടിയിട്ടുള്ളത്. കമ്മ്യൂണിറ്റി കോട്ട വഴി വിദ്യാർത്ഥികൾ ഏകദേശം 21,388 വിദ്യാർത്ഥികളും, മാനേജ്മെൻറ്റ് സീറ്റ് വഴി 35,130 വിദ്യാർത്ഥികളുമാണ് അഡ്മിഷൻ നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ അൺഎയ്ഡഡ് കോട്ടയിൽ അഡ്മിഷൻ, അൺഎയ്ഡഡ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ആയിട്ടുള്ള ആ ഒരു കോളേജുകളിലൊക്കെ അഡ്മിഷൻ നേടിയിട്ടുള്ള, അതായത് അൺഎയ്ഡഡ് കോട്ടയുണ്ട്. അപ്പോൾ ആ ഒരു അൺഎയ്ഡഡ് കോട്ടയിലേക്ക് അഡ്മിഷൻ നേടിയിട്ടുള്ളത് 21,312 വിദ്യാർത്ഥികളാണ്. അതുപോലെ തന്നെ ഈ ഒരു ടോട്ടൽ HSC അഡ്മിഷൻ എന്ന് പറയുന്നത് ഏകദേശം 3,76,382 വിദ്യാർത്ഥികളാണ് നിലവിൽ ഈ ഒരു അൺഎയ്ഡഡ് കോട്ടയിലും അതുപോലെ തന്നെ എല്ലാവിധ കോട്ടയിലുമായിട്ട് അഡ്മിഷൻ നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി നമുക്ക് ഓരോ ജില്ല തിരിച്ചിട്ടുള്ള വേക്കൻസി, മെറിറ്റ് സീറ്റിലുള്ള വേക്കൻസി നോക്കാം. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഈ ഒരു ഹയർ സെക്കൻഡറിയിലേക്കുള്ള അപേക്ഷ മെറിറ്റ് സീറ്റിലുള്ള വേക്കൻസി, മെറിറ്റ് സീറ്റ് എന്ന് പറഞ്ഞാൽ HSCAPലൂടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന സീറ്റുകളാണ്. അപ്പോൾ ആ ഒരു വേക്കൻസി എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഈ ഒരു 2,291 സീറ്റുകളാണ് നിലവിൽ വേക്കൻസി ആയിട്ടുള്ളത്. അതുപോലെ തന്നെ കൊല്ലത്ത് ആണെങ്കിൽ ഈ ഒരു 2,744 സീറ്റുകളും, പത്തനംതിട്ടയിൽ ഈ ഒരു 2,753 സീറ്റുകളും, ആലപ്പുഴയിൽ 2,499, അതായത് 2,499 സീറ്റും, കോട്ടയം ജില്ലയിൽ 1,777 സീറ്റുകളും, ഇടുക്കിയിൽ 1,048 സീറ്റ്, അതുപോലെ തന്നെ എറണാകുളത്ത് ഈ ഒരു 2,813 സീറ്റും, തൃശ്ശൂരിൽ ആണെങ്കിൽ 2,195 സീറ്റും, പാലക്കാട് ജില്ലയിൽ ആണെങ്കിൽ 1,107 സീറ്റുകളും, അതുപോലെ കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ 1,068 സീറ്റും, മലപ്പുറത്താണെങ്കിൽ 1,170 സീറ്റുകളുമാണ് നിലവിൽ വേക്കൻസി ആയിട്ടുള്ളത്. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ ആണെങ്കിൽ, അതായത് മലപ്പുറമല്ല, ഈ ഒരു വയനാട് ജില്ലയിലാണെങ്കിൽ 570 സീറ്റാണ്. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ 1,402 സീറ്റുകളും, കാസർഗോഡ് ജില്ലയിൽ 995 സീറ്റുകളുമാണ് നിലവിൽ ഒഴിവുള്ളത്. അങ്ങനെ ടോട്ടൽ ഏകദേശം ഈ ഒരു 24,432 സീറ്റുകളാണ് ഇപ്പോൾ നിലവിൽ വേക്കൻസി ഉള്ളത്. അൺഎയ്ഡഡ് കോട്ടയിൽ ഏകദേശം ഒരു 32,424 സീറ്റുകളാണ് നിലവിൽ ഒഴിവുകളുള്ളത്. അപ്പോൾ മെറിറ്റ് കോട്ടയിലേക്ക് ഇനി ഏകദേശം ഈ ഒരു 24,432 വിദ്യാർത്ഥികൾക്ക് കൂടി അഡ്മിഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ പുതുതായിട്ട് സീറ്റ് വർധന വന്നതുകൊണ്ട് തന്നെ ഇനിയും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്ത ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ തിങ്കളാഴ്ച മുതൽ നൽകാനായിട്ട് സാധിക്കുന്നതാണ്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഓർഡറുകൾ എത്തിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഓർഡർ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും വിദ്യാർത്ഥികൾക്ക് തിങ്കളാഴ്ച മുതൽ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ അതിനുശേഷം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് ശേഷമാണ് വിദ്യാർത്ഥികൾക്കുള്ള ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടക്കുക. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള കോഴ്സുകളിലേക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ അത് മാറ്റാനോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനോ അപേക്ഷ ക്യാൻസൽ ചെയ്യാനോ ഒന്നും സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ
അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളിലേക്കാണ് അപേക്ഷിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ഉറപ്പുവരുത്തേണ്ടതാണ്. ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ അത് യാതൊരുവിധ കാരണവശാലും ക്യാൻസൽ ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫർ കിട്ടണം എന്നും ഇല്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.